സുവിശേഷകൻ്റെ ഒരു മോഡ് ഓഫ് ആക്ഷനാണിത്. ലോകം മുഴുവൻ പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം. പക്ഷെ അപ്പോൾ സർപ്പങ്ങൾ വരും, അവരെ നമ്മൾ കയ്യിലെടുക്കണം. പിന്നെ മാരകമായി എന്ത് കഴിച്ചാലും നിങ്ങൾക്ക് ഒരു ഉപദ്രവം ഉണ്ടാകത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിൻ്റെ നാമത്തിൽ ചെയ്യുന്ന ഒരു കാര്യത്തിനും ദൈവം അതിൻ്റെ ഉപദ്രവവശങ്ങൾ ദൈവം കൈകാര്യം ചെയ്യുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ആ ധൈര്യം ഉണ്ടാണ് നിങ്ങൾക്ക്. മർക്കോസ് 16:18 അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായ എന്ത് കുടിച്ചാലും അതവരെ ഉപദ്രവിക്കുകയില്ല. അതവരെ ഉപദ്രവിക്കുകയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉപദ്രവത്തിൻ്റെ ജീവിതത്തെ ഈശോ കൈകാര്യം ചെയ്തോളൂ എന്നതിൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്താണ്? ഞാൻ നിങ്ങളുടെ കൂടെ കാലത്തിൻ്റെ അവസാനം വരെ, ഇതിൻ്റെ കൂടെ വരേണ്ടതാണതേ, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. മർക്കോസ് ലോകം മുഴുവനും പോയി സുവിശേഷം പ്രസംഗിക്കാൻ പറയുമ്പോൾ മത്തായി പറയും, പോകുന്നവൻ്റെ കൂടെ ഞാനുണ്ടാകും. സർപ്പങ്ങൾ കയ്യിലെടുക്കും, നിങ്ങൾ മാരകമായ എന്ത് കഴിച്ചാലും ഒരു ഉപദ്രവം ഉണ്ടാകത്തില്ല. മത്തായി 28:20 യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം. എന്ത് വകുപ്പിലാണ്? മത്തായി 28:19 ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. നിങ്ങളിപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്നത് അവരെ വെള്ളം ഒഴിച്ച് ജ്ഞാനസ്നാനപ്പെടുത്തണമെന്നല്ല എൻ്റെ അടുത്ത. ജ്ഞാനത്തിൻ്റെ സ്നാനം കൊടുക്കണം. അറിവ്, കർത്താവിനെ കുറിച്ചുള്ള അറിവ് അവർക്ക് കൊടുക്കണം. അതായത് ജ്ഞാനസ്നാനം, കർത്താവിനെ കുറിച്ചുള്ള അറിവ് കൊടുക്കണം. അങ്ങനെ അറിവ് കൊടുത്താൽ എന്തായാലും അതാണ്. പിന്നെ അടുത്ത വഴി എന്താണ്? ഞാൻ പഠിപ്പിച്ചുള്ളവരെ അവരെ അഭ്യസിക്കുവേൻ. അപ്പം അങ്ങനെ കൊടുത്താൽ ഗുണം എന്താ? അങ്ങനെ കർത്താവിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് നിങ്ങൾ പഠിപ്പിക്കുകയാണെങ്കിൽ, അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, യുഗാന്ത്യം വരെ നിൻ്റെ കാലത്തിൻ്റെ, നീ എന്നാ മരിക്കണത്, അതാണ് നിൻ്റെ യുഗാന്ത്യം. വേറെ ഒരു എസ്കത്തോളജി ഉണ്ട്. അതല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭൂമി, നമ്മുടെ ആകാശമുണ്ട്. അതെന്താ? അത് നമുക്ക് നമ്മളിവിടെ നിൽക്കുന്നിടത്തോളം കാലം എവിടെയാണ് നടന്നു തീരണത് അത് നമ്മുടെ ഭൂമി, എവിടെയാണ് നമ്മുടെ സമയം തീരണത് അത് നമ്മുടെ ആകാശം. അപ്പോൾ അതുവരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ കർത്താവിൻ്റെ സാന്നിധ്യം ഉറപ്പ് വരുത്താൻ എപ്പോഴും പ്രേക്ഷിത പ്രവർത്തനമാണ് കേട്ടോ, വിശ്വാസ കൈമാറ്റമാണ്. അതിന് ഊന്നൽ നൽകാതെ നിങ്ങൾ വേറെ എന്ത് സാന്നിധ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടും വലിയ കഥയൊന്നുമില്ല. അപ്പം അതുകൊണ്ട് സുവിശേഷം കൊടുക്കുക, കർത്താവിൻ്റെ സാന്നിധ്യം ഉറപ്പ് വരുത്തുക, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.